സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച. രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂർ നേരം നീണ്ടുനിന്നു. ഗവർണറുടെ പരിഗണനയിലുള്ള ബില്ലുകൾ ഒപ്പിടണമെന്നും സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് രാജ്ഭവൻ പ്രതികരിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരെ നിയമിക്കുന്നതിലുൾപ്പെടെ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ഗവർണറെ കണ്ടത്. ചാൻസലറുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്ന സർവകലാശാല ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലിലും 2 മാസമായിട്ടും ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. ബില്ലിൽ ഉടൻ ഒപ്പിടണമെന്ന് മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ 3 അംഗ പട്ടിക നൽകിയിരുന്നു. ഇതിൽ നിന്ന് വിസി നിയമനം നടത്തണമെന്ന കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേരള സർവകലാശാലയിൽ വിസി സിൻഡിക്കേറ്റ് പേര് തുടരുകയാണ്. കേരളയിലെ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. 1 മണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. ചർച്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നാണ് രാജ്ഭവന്റെ പ്രതികരണം. അതേസമയം വൈസ് ചാൻസലർ സർക്കാർ പോര് നാടകമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഞാൻ പഴയ ഗവർണറുള്ളപ്പോൾ പറയായിരുന്നു, ഗവൺമെന്റ് എന്താണ് പ്രതിസന്ധിയിലുള്ളത്, അപ്പോൾ ഒരു പഴയ ഗവർണർ ഒരു വെടി പൊട്ടിക്കും. അപ്പൊ എല്ലാവരും കൂടി, നിങ്ങൾ പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും അതിലേക്ക് പോകും. ബാക്കി വിഷയങ്ങൾ സൈഡ് ലൈൻഡ് ആവും. പണ്ട് മുതലുള്ള അഭ്യാസമാണ്. കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ സ്വകാര്യ സർവകലാശാല ബില്ലിലും KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ വിസി നിയമനത്തിലും ഗവർണർ തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.